نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون ഏറെ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ വിശ്വാസികൾ സത്താവും സംരക്ഷകനുമായ കാരുണ്യവാനായ അല്ലാഹുവിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും സദാ നിങ്ങളിൽ വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ മഹാപ്രപഞ്ചത്തിൻ്റെ ഉടയവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ സാധ്യമാം വിധം ജീവിതത്തിൽ പകർത്താൻ പരമാവധി പരിശ്രമിക്കണമേ എന്ന് തഖ്വ കൊണ്ട് വസിയത്ത് കൂടി ചെയ്യുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇവിടെ എൻ്റെ ഗുരുവര്യനും പാലത്തിങ്ങൽ സ്വദേശി മേലെ വീട്ടിൽ മുഹമ്മദ് അക്ബർ സാഹിബിൻ്റെ മകൻ ഫർസിൻ അക്ബർ, അതോടൊപ്പം തന്നെ പാലത്തിങ്ങൽ സ്വദേശി ഹബീബ് റഹ്മാൻ സാഹിബിൻ്റെ മകൾ മിൻഹയും തമ്മിലുള്ള നിക്കാഹിന് സാക്ഷികളാകാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ ഒരുമിച്ചിരിക്കുന്നത്. ജനങ്ങൾ ഒരുമിക്കുന്ന ഇടങ്ങളിൽ അവർക്ക് ഉപകരിക്കുന്ന നസീഹത്ത് നൽകുക എന്ന പ്രവാചക മര്യാദയെ മാനിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ നിക്കാഹ് ഖുതുബ പോയി. ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന സഹോദരൻ ഫർസിന്ദിനോടും അതോടൊപ്പം തന്നെ മെൻഹയിനോടും ഇസ്ലാമിന് ചിലത് പറയുവാനുണ്ട്. വളരെ ചുരുക്കി പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇസ്ലാം സാരസമ്പൂർണമായ ഒരു ജീവിത ദർശനം മനുഷ്യൻ്റെ വൈയക്തിക, കുടുംബ, ദാമ്പത്യ, സാമൂഹ്യ, രാഷ്ട്രീയ മേഖലകളിൽ നിന്ന് തുടങ്ങി മനുഷ്യ ജീവിതത്തിൻ്റെ നിഖില മേഖലകളെ സ്പർശിക്കുകയും ആ രംഗത്ത് വ്യക്തവും പൂർണ്ണവും പ്രായോഗികവുമായ മാർഗവും മാർഗദർശനവും നൽകുന്ന ദൈവികമായ മാർഗദർശനമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ മനുഷ്യ ജീവിതത്തിൽ ഏറെ ശ്രദ്ധേയമായ ഒരു കാലമാണ്, ഒരു ഭാഗമാണ് അവൻ്റെ വൈവാഹിക ജീവിതം, അവൻ്റെ ദാമ്പത്യ ജീവിതം. ആ രംഗത്ത് വളരെ കൃത്യമായ, വളരെ സൂക്ഷ്മമായ ഇടപെടലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നത്. ആ രംഗത്ത് ആവശ്യമായ കൽപ്പനകളും നിയമങ്ങളും സരോപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കൃത്യമായി ലോകത്തിൻ്റെ മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നിങ്ങൾ നോക്കി, വിശുദ്ധ ഖുർആനിലെ സൂറ റൂമിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആകാശഭൂമികളുടെ അത്ഭുത സൃഷ്ടിപ്പിനെ കുറിച്ച്, രാപ്പകലുകളുടെ അത്ഭുതകരമായ വ്യതിയാനത്തെക്കുറിച്ച്, എന്തിനേറെ ലോകത്തുള്ള വ്യത്യസ്ത ഭാഷാ വൈവിധ്യങ്ങളെ കുറിച്ചെല്ലാം അള്ളാഹു സംസാരിച്ച് തുടങ്ങുന്നത് തന്നെ ഒമിൻ ആയാതിഹി, അള്ളാഹുവിന്റെ അത്ഭുത ദൃഷ്ടാന്തങ്ങളാണ് സൂര്യനും ചന്ദ്രനും ആകാശവും ഭൂമിയും രാവും പകലും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അള്ളാഹു ഒമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദത വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ എന്ന് പറഞ്ഞു വെക്കുന്നു.
അള്ളാഹുവിന്റെ അത്ഭുത ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കുള്ള ഇണകളെ സൃഷ്ടിച്ചുണ്ടാക്കി തന്നു എന്നത് അള്ളാഹുവിന്റെ അത്ഭുത ദൃഷ്ടാന്തമാണ്. നിങ്ങൾക്കിടയിൽ ദമ്പതികൾക്കിടയിൽ അവൻ മവദ്ദത്തും റഹ്മത്തും ഇഷ്ടവും സ്നേഹവും ദമ്പതികൾ തമ്മിലുള്ള പ്രേമവും കാരുണ്യവും ഒക്കെ ഇട്ടു തന്നു. ഇതെല്ലാം അത്ഭുത ദൃഷ്ടാന്തങ്ങൾ. അള്ളാഹു അവസാനിപ്പിക്കുന്നത് ചിന്തിക്കുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഇതിലുണ്ട് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ ആയത്തിന്റെ മർമ്മത്തെ, അതിന്റെ കാതലിനെ ഉൾക്കൊള്ളാൻ വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് നോക്കുന്ന ഫർസിന്ദിനും സഹോദരി നിൻഹക്കും കഴിയേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, വൈവാഹിക ജീവിതത്തിൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് സമാധാനപൂർവമായ ഒരു ദാമ്പത്യ ജീവിതമാണ്. സമാധാനപൂർവമായ ഒരു ദാമ്പത്യ ജീവിതം സാധ്യമാകണമെങ്കിൽ എന്തു വേണമെന്ന ഒരു വളരെ പ്രസക്തമായ ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിന് വളരെ സുന്ദരമായ ഒരു ഉപമാലങ്കാരത്തിലൂടെയാണ് അള്ളാഹു അതിന് മറുപടി പറയുന്നത്. എന്തു വേണം? ഇണകൾ പരസ്പരം വസ്ത്രമാകണം എന്നാണ് ഖുർആൻ ആ രംഗത്ത് നൽകുന്ന സാരോപദേശം. വസ്ത്രത്തിന്റെ ഗുണവും നന്മയും നേട്ടവും സുരക്ഷിതത്വവും സൗന്ദര്യവും ആത്മാഭിമാനവും ഓരോ നിമിഷവും അനുഭവിച്ച് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഇണകൾ പരസ്പരം അറിയുകയും ഉൾക്കൊള്ളുകയും അതേപോലെ തന്നെ താങ്ങും തണലും സംരക്ഷണവും ആ ദാമ്പത്യ ജീവിതം എല്ലാ അർത്ഥത്തിൽ സൗന്ദര്യപൂർണവുമാകണമെന്ന് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ഉപമാലങ്കാരത്തിന്റെ ആത്മാവിനെ സ്പർശിക്കാൻ ഇന്ന് വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് നോക്കുന്ന നവദമ്പതികൾക്ക് കഴിയേണ്ടതുണ്ട്. അവർക്ക് മാത്രമല്ല, ഈ സദസ്സിലെ എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയേണ്ട കാര്യം, ഈ മവദ്ദത്തും റഹ്മത്തും സക്കീനത്തും എല്ലാം ജ്വലിച്ചു നിന്ന ഒരു മാതൃകാ കുടുംബ ജീവിതത്തിലേക്ക് നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. ആ കുടുംബജീവിതം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബജീവിതമാണ്. മവദ്ദത്തിന്റെ റഹ്മത്തിന്റെ സുന്ദരമായ ഉജ്ജ്വലമായ മാതൃകകൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. നിങ്ങൾ നോക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിക്കുകയാണ്, അതെ, അയ്യുന്നാസി അഹബ്ബു ഇലൈക്, ജനങ്ങളിൽ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? ഉടൻ റസൂലുള്ള മറുപടി പറയണത് ആയിഷ, എന്റെ ആയിഷയാണ്. നിങ്ങൾ നോക്കി, ആ മവദ്ദത്തിന്റെ സുന്ദരമായ പ്രഖ്യാപനമാണ് അവിടെ. തീർന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സ്നേഹത്തോടെ ആയിഷ ബീവിയെ, നമ്മുടെ ഉമ്മയെ വിളിച്ച പേര് യാ ആയിഷ് എന്നാണ്. മലയാളികളായ നമ്മൾ നാടൻ മലയാളത്തിൽ ഐഷോ എന്ന് വിളിക്കുന്നത് പോലെ യാ ആയിഷ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ വിളിച്ചതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. എത്ര സുന്ദരമായ രംഗങ്ങളാണത്. തിരിച്ചു നോക്കും, ഈ ദുനിയാവിലെ ഭൗതികമായ വിഭവങ്ങളും സൗകര്യങ്ങളും വേണോ, അതല്ല അള്ളയും റസൂലും വേണോ? തിരഞ്ഞെടുക്കാം ആയിഷ നിനക്ക്. വേണമെങ്കിൽ നിന്റെ ഉപ്പയോടും ഉമ്മയോടും ചോദിച്ചിട്ട് നിന്റെ അഭിപ്രായം പറഞ്ഞാൽ മതി. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഈ ദുനിയാവിൽ എനിക്ക് മറ്റെന്ത് നിന്നെക്കാളും എനിക്ക് എൻ്റെ റബ്ബും എൻ്റെ റസൂലും എൻ്റെ പ്രിയതമനുമാണ് വലുത് എന്ന് പ്രഖ്യാപിച്ച നമ്മുടെ ഉമ്മാന്റെ ധീര പ്രഖ്യാപനത്തിന് നമ്മൾ സാക്ഷികളാണ്. ലോകം സാക്ഷി വഹിക്കുകയാണ്. മവദ്ദത്തിന്റെ സുന്ദരമായ പ്രകടനങ്ങൾ നമുക്ക് കാണാം. സ്വാഭാവികമാണ്, ദാമ്പത്യ ജീവിതത്തിൽ കുഞ്ഞ് സൗന്ദര്യ പണക്കങ്ങളിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, എന്നോട് ചെറിയ പരിഭവം നിനക്കുണ്ടെങ്കിൽ അതെനിക്ക് പെട്ടെന്ന് മനസ്സിലാകും കേട്ടോ. അതെങ്ങനെ റസൂലെ? നിന്റെ സംസാരത്തിൽ എന്നോട് നീ നല്ല ഇഷ്ടത്തിലാണെങ്കിൽ നിന്റെ വർത്തമാനത്തിൽ നീ അതൊക്കെ ആവർത്തിക്കും, റബ്ബി മുഹമ്മദ്, റബ്ബി മുഹമ്മദ്, മുഹമ്മദിന്റെ റബ്ബാണ് സത്യം എന്നാണ് നീ പറയുക. എന്നോട് ചെറിയ പരിഭവമുണ്ടെങ്കിൽ നിന്റെ വർത്തമാനത്തിൽ നീ പറയും, റബ്ബി ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ റബ്ബാണ് സത്യം എന്നാണ് നീ പറയുക. സത്യമല്ലേ ആയിഷ? ഒരൽപ്പം നാണം കുടുങ്ങി അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നമ്മുടെ ഉമ്മ തലകുനിച്ച് സമ്മതിക്കുകയാണ്, അങ്ങ് പറഞ്ഞത് സത്യമാണ് എന്ന്. തന്റെ ഇണയുടെ ചെറിയ വാക്കിന്റെ വർത്തമാനത്തിൽ നിന്ന് ആ ഇഷ്ടത്തിന്റെ ഏറ്റക്കുറച്ചിലുകളെ ആഴത്തിൽ മനസ്സിലാക്കുന്ന അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ആ റഹ്മത്തിന്റെ സുന്ദരമായ ചിത്രമാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് നമ്മുടെ ഉമ്മ ആയിഷ ബീവി പറഞ്ഞു, അതെ, റസൂലുള്ള ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് എന്റെയും എന്റെ പ്രിയതമന്റെയും മുഅ്മിനീനുകൾ കൂടി ചേർന്നിരുന്നു എന്ന്. നബി വയ്യാതെ കിടക്കുമ്പോൾ കടന്നു വന്ന അബ്ദുറഹ്മാൻ, അളിയനാണ് റസൂലുള്ളാന്റെ, അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് നബി വെറുതെ ഒന്ന് നോക്കിയുള്ളൂ. ആ ഒറ്റ നോട്ടത്തിൽ നിന്ന് ആ മിസ്വാക്കിന്റെ കൊള്ളി കൊണ്ട് പല്ല് തേക്കണമെന്ന് തന്റെ പ്രിയപ്പെട്ടവൻ ആഗ്രഹമുണ്ടെന്ന് മനസ്സിലാക്കുകയാണ് ആയിഷ ബീവി. ഭർത്താവിന്റെ നോട്ടത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഇഷ്ടവും താല്പര്യവും മനസ്സിലാക്കുവാൻ മാത്രമുള്ള ആഴത്തിലുള്ള ഊഷ്മളമായ ബന്ധമായിരുന്നു അവർ തമ്മിൽ ഉണ്ടായിരുന്നത്. അതിന്റെ മറ്റേ തന്നെ കടിച്ചു മൃദുലമാക്കി തന്റെ പ്രിയതമന്റെ പല്ല് തേച്ചു കൊടുത്ത് ലോകത്തോട് ആയിഷ ബീവി പറയാണ്, എന്റെയും എന്റെ പ്രിയതമന്റെയും മുഅ്മിനീനുകൾ കൂടി ചേർന്നിരുന്നു അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന അവസാന നിമിഷം മുമ്പ് വരെ.
ഖുർആൻ പറഞ്ഞ മബദ്ധത്തിന്റെ, റഹ്മത്തിന്റെ ഇതിനേക്കാൾ സുന്ദരമായ ചിത്രം ദുനിയാവിൽ വേറെ എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക? ഞാൻ ചുരുക്കുകയാണ്. സ്വാഭാവികമായ ഇണക്കങ്ങളും പിണക്കങ്ങളും ദാമ്പത്യ ജീവിതത്തിൽ സ്വാഭാവികമാണ്. ആ ഇണക്കങ്ങളെ അല്ലെങ്കിൽ ആ പിണക്കങ്ങളെ ഇണക്കങ്ങളാക്കി മാറ്റിയെടുക്കുന്ന രംഗത്താണ് വിവാഹ ജീവിതത്തിന്റെ വിജയമുള്ളത്. നിങ്ങൾ നോക്കി, ആയിഷ റളിയല്ലാഹു അൻഹ ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് റസൂലുള്ളാഹി കടന്നു ചൊല്ലുന്നു. അലിയെ കാണാനില്ല. എവിടെ അലി? താങ്കളുടെ പിതൃവിന്റെ മകൻ എന്തോ പറഞ്ഞ് അദ്ദേഹം തൽക്കാലം സൗന്ദര്യ പണക്കത്തൻ പുറത്തു പോയിരിക്കുക. റസൂലുള്ളാഹി അന്വേഷിച്ചു. പള്ളിയിൽ കിടക്കുന്ന അലിയുടെ മണ്ണ് പടർന്നിരുന്നു അദ്ദേഹത്തിന്റെ പേരിൽ. ആ മണൽ തട്ടിക്കൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, യാ അബാതുറ കുൻ യാ അബാതുറ, എഴുന്നേൽക്ക് അബാതുറാവേ. മണ്ണിന്റെ വാപ്പ എന്നാണ് നേർക്ക് നേരെ അതിന്റെ മലയാള പ്രയോഗം. ഒരു പ്രയോഗം അറബിയില്, കും യാ അബാതുറ, നിന്നെ കാത്തിരിക്കുന്നു നിന്റെ പ്രിയതമ. ചെല്ല്. ആ ചെറിയ ആ സൗന്ദര്യ പണക്കത്തെ സുന്ദരമായി ഇണക്കമാക്കി മാറ്റുന്ന അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അലി റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുനിയത്ത്. അലി റളിയല്ലാഹു അൻഹു പറയാണ്, അഹബ്ബു ഇലയ്യ അഹബ്ബു കുനിയത്തു ഇലൈ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുനിയത്ത് എൻ്റെ റസൂൽ എന്നെ വിളിച്ച അബൂ തുറാബ് എന്ന പ്രയോഗമാണ്. നിങ്ങൾ നോക്കി, പിണക്കങ്ങളെ ഇണക്കമാക്കി മാറ്റുന്നിടത്ത് എത്ര ഉജ്ജ്വല മാതൃകയാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇസ്ലാമിലെ വൈവാഹിക ജീവിതത്തിൽ സുന്ദര മാതൃകകൾ നമുക്ക് മുന്നിൽ കടന്നു പോവുകയാണ്. ഇവിടെ നല്ല ഭർത്താവാകാൻ ഫർസിന്ദിനോട് അള്ളാഹു പറയുന്നു. ആരാണ് നല്ലവൻ? തൻ്റെ ഇണയോട് ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ. അങ്ങനെയാകാൻ ഫർസിന്ദിനെ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ആരാണ് നല്ല ഇണ? ഖുർആന്റെ 4-ാമത്തെ നിസാഇൽ അല്ലാഹു പറഞ്ഞു, ഫസ്വാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽഗൈബി ബിമാ ഹഫിളല്ലാഹ്. അതെ, അനുസരണയുള്ളവളും തന്റെ ഭർത്താവിന്റെ അഭാവത്തിൽ അള്ളാഹു കാത്തു സംരക്ഷിച്ചതെല്ലാം കാത്തു സംരക്ഷിക്കുന്നവളാണ് സ്വാലിഹത്തായ പെണ്ണ്, സച്ചരിതയായ സ്ത്രീ എന്ന് അള്ളാഹ് പറയാണ് ലോകത്തോട്. ആ സച്ചരിതയായ സ്ത്രീ ആവാൻ, ഇണയാവാൻ മിൻഹയെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിലെ വിവാഹം വളരെ ലളിതമാണ്. വലിയുണ്ടാകണം, വരനുണ്ടാകണം, 2 സാക്ഷികൾ ഉണ്ടാക്കണം. ഇവിടെ ഹബീബ് റഹ്മാൻ സാഹിബ് ഇത്രയും കാലം താൻ സ്നേഹിച്ച് ലാളിച്ചു വളർത്തി കണ്ണായി കരളായി കൊണ്ട് നടന്ന എൻ്റെ മകളെ ഞാനിതാ ഫർസിന്ദിനെ ഇണയാക്കി തരികയാണ്, ഏൽപ്പിക്കുകയാണ് എന്ന് പറയുമ്പോൾ താങ്കളുടെ മകളെ ഞാൻ സംരക്ഷിച്ചോളാം, ഞാൻ ഇണയായി സ്നേഹത്തോടെ കാത്തോളാം എന്ന പ്രഖ്യാപനത്തിന് നമ്മൾ സാക്ഷികളാവുകയാണ്. ഇതിനെയാണ് അന്ന് പറഞ്ഞത് അതിശക്തമായ കരാറെന്ന്. അതിന് സാക്ഷികളാകുന്ന നമ്മൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ആ പ്രാർത്ഥനാ മന്ത്രമാണ് ഇവിടെ സൂചിപ്പിച്ചത്. ബാറക്കല്ലാഹു ലക് വബാറക അലൈക് വജമഅ ബൈനകുമാ ഫീ ഖൈർ. ഇവിടെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. മഹറായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4 കമ്പനികളുടെ ഷെയർ വാങ്ങിച്ചുകൊണ്ട് മെൻഹയുടെ ആവശ്യപ്രകാരം മെൻഹക്ക് അത് നൽകുകയാണ്. സ്വർണ്ണരഹിത വിവാഹം എന്ന ഒരാശയം മുന്നോട്ട് വെച്ചുകൊണ്ട്. എന്തായിരുന്നാലും നിങ്ങൾ മനസ്സംതൃപ്തിയോടുകൂടെ വിവാഹ മൂല്യം പെണ്ണിന് നൽകണമെന്നാണ് അള്ളാഹു പറഞ്ഞത്. അതെ, അവരുടെ ഇഷ്ടത്തെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ചുവടുവെപ്പ് കൂടിയാണിത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന ഫർസിന്ദിനും മെൻഹക്കും വേണ്ടി നമുക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹർ നൽകിക്കൊണ്ടുള്ള ഈ നിലപാടുകൾ, അല്ലെങ്കിൽ മഹർ അങ്ങോട്ട് നൽകി സ്ത്രീധനത്തിന്റെ വേരുകൾ പിടിതെറിഞ്ഞുകൊണ്ടുള്ള ശക്തമായ ചടുലമായ തീരുമാനമെടുക്കാൻ മുസ്ലിം ഉമ്മയിലെ ചെറുപ്പക്കാർക്ക് പിന്തുണ നൽകാൻ രക്ഷിതാക്കൾക്കും മഹല്ലിനും നാടിനും കുടുംബത്തിനും കഴിയേണ്ടതുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കി മാതൃകാ കുടുംബജീവിതം നയിക്കാൻ മുസ്ലിം ഉമ്മയെ അള്ളാഹു അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. അർഹമുർ റഹീമിനായ നാഥ, ഇന്ന് വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഫർസിന്ദിനെയും മിൻഹയെയും നീ അനുഗ്രഹിക്കുമാറാകണമേ. അവർക്കിടയിൽ നീ മവദ്ദത്തും റഹ്മത്തും സക്കീനത്തും ഇട്ടുകൊടുക്കുമാറാകണമേ. മാതൃകാ ദമ്പതികളായി ജീവിക്കാൻ നീ അവരെ അനുഗ്രഹിക്കുമാറാകണമേ. ഇഹവര വിജയികളിൽ അവരെയും ഞങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. അർഹമുർ റഹീമിനായ റബ്ബേ, അവർക്ക് നീ സ്വാലിഹീങ്ങളായ സന്തതികളെയും പ്രദാനം ചെയ്യുമാറാകണമേ. നന്മയിൽ മത്സരിക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. അങ്ങകലെ ഫലസ്തീനിലെ വേദനിക്കുന്ന സങ്കടപ്പെടുന്ന സഹോദരങ്ങൾ കൂടി നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ സന്തോഷത്തിലും അവരെല്ലാം ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവേ, നീ ആ മണ്ണിലെ സഹോദരങ്ങൾക്ക് അമ്നും സലാമത്തും പ്രദാനം ചെയ്യുമാറാകണമേ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين
നബിയുനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഞാൻ അഡ്വക്കേറ്റ് മൊയ്തീൻ കുട്ടിയാജിയുടെ മകൻ ഹബീബ് റഹ്മാൻ. എൻ്റെ പൊന്നാര മകൾ മിൻഹ ഹബീബിനെ നിലവിലെ ഹലാലായ എത്തിക്കൽ ഫണ്ട് 614 എത്തിക്കൽ ഫണ്ട് മഹർ സ്വീകരിച്ചുകൊണ്ട് ഡോക്ടർ അബ്ദുറഹ്മാൻ്റെ മകൻ മേരെ വീട്ടിൽ അക്ബറിൻ്റെ മകൻ ഫർസിന്ദ് അക്ബറായ താങ്കൾക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നിരിക്കുന്നു, ഹലാലായ ഇണയാക്കി തന്നിരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. താങ്കളുടെ മകൾ മിൻഹ ഹബീബിനെ താങ്കൾ എനിക്ക് വിവാഹം ചെയ്തത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, ഇണയായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനക്കുമാ ഫീ ഖൈർ. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനക്കുമാ ഫീ ഖൈർ. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനക്കുമാ ഫീ ഖൈർ.